ഇന്ത്യൻ ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1853 ഏപ്രിൽ 16 ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ ഓടിത്തുടങ്ങി. ബ്രോഡ് ഗേജിലുള്ള ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ ആയിരുന്നു അത്. 1853 ഏപ്രിൽ 16 ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ ഓടിത്തുടങ്ങി. ബ്രോഡ് ഗേജിലുള്ള ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ ആയിരുന്നു അത്. അടുത്തത് ആദ്യത്തെ ട്രാംവേ. 1873 ഫെബ്രുവരി 24 3.8 കിലോമീറ്റർ ദൂരമുള്ള സീൽദായ്ക്കും അർമേനിയൻ ഘട്ട് സ്ട്രീറ്റിനും ഇടയിൽ കൽക്കട്ടയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാംവേ തുറന്നു. കുതിരകൾ വലിക്കുന്ന ട്രാംവേ ആയിരുന്നു ഇത്. അടുത്ത വർഷം ഗ്രേറ്റ് സൗത്ത് ഇന്ത്യൻ റെയിൽവേയും കർണാടക റെയിൽവേയും ലയിപ്പിച്ച് ദക്ഷിണേന്ത്യൻ റെയിൽവേ കമ്പനി രൂപവത്കരിച്ചു. 1874 മെയ് 9 കൊളാബയ്ക്കും പരേലിനും ഇടയിൽ ബോംബെയിൽ ട്രാംവേ പ്രവർത്തിക്കാൻ തുടങ്ങി. 1880 കൽക്കട്ട ട്രാംവേസ് കമ്പനി തുടങ്ങിയത്. ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ റെയിൽവേ സംവിധാനം. ഇന്ത്യൻ റെയിൽവേയുടെ പ്രത്യേകതകളാണ് വായിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ റെയിൽവേ സംവിധാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ തൊഴിലുടമ. ഇന്ത്യൻ റെയിൽവേയെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ നിരവധിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ ഓടിത്തുടങ്ങിയത് 2024 171 വർഷമാകുന്നു. ഇന്ത്യയിലെ ആദ്യ പാസഞ്ചർ ട്രെയിൻ ഓടിത്തുടങ്ങിയിട്ട് 2024 171 വർഷമാകുന്നു. അതിനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വ്യാവസായിക റെയിൽവേക്ക് തുടക്കമിട്ടിരുന്നു. ആകെ 7335 സ്റ്റേഷനുകൾ, 1322310 കിലോമീറ്റർ നീളമുള്ള റെയിൽവേ ട്രാക്ക്. 1952 പാസഞ്ചർ ട്രെയിനുകളിലെ എല്ലാ കമ്പാർട്ട്മെൻറ്റുകളിലും ഫാനുകളും ലൈറ്റുകളും നിർബന്ധമാക്കി. വൈദ്യുതീകരണം. 1925 ഫെബ്രുവരി 3 ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ വിക്ടോറിയ ടെർമിനസിനും കുർള ഹാർബറിനുമിടയിൽ സർവീസ് ആരംഭിച്ചു. പിന്നീട് വി.ടി. ബാന്ദ്ര വിഭാഗം വൈദ്യുതീകരിച്ചു. തുടർന്ന് പൂനെയിലേക്കും ഇഗത്പൂരിലേക്കും വൈദ്യുതീകരണ പ്രക്രിയ വ്യാപിപ്പിച്ചു. ലക്നൌവിലെ ചാർബാഗ് റെയിൽവേ സ്റ്റേഷൻ 1914 നിർമ്മിച്ചത്. 1928 ജനുവരിയിൽ ബാന്ദ്ര വീരാർ സെക്ഷൻ 1500 VDC യൂണിറ്റുകൾ ഉപയോഗിച്ച് ആദ്യത്തെ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റുകൾ അവതരിപ്പിക്കുകയും ചെയ്തു.